ഒരു കാലത്ത് സിൻഡ്രല്ല എന്നൊരു സുന്ദരിയായ പെൺകുട്ടി താമസിച്ചു. അവൾ നല്ലൊരു സ്വഭാവത്തിനു ഉടമയാണ്. എന്നാൽ അവളുടെ അമ്മ മരിച്ചുപോയതിനുശേഷം അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. ആ അമ്മയ്ക്ക് രണ്ട് മോശം സ്വഭാവമുള്ള പെൺമക്കളുമുണ്ടായിരുന്നു. രണ്ടാനമ്മ അവളെ ഒരു അടിമയെപ്പോലെ ഉപയോഗിച്ചു. ഒരു ദിവസം രാജകുമാരൻ വലിയ വിരുന്ന് നടത്താൻ തീരുമാനിച്ചു. രാജ്യത്തിലെ എല്ലാ യുവതികളെയും ക്ഷണിച്ചു. സിൻഡ്രല്ലയും പോവാൻ ആഗ്രഹിച്ചു. അപ്പോൾ അത്ഭുതകരമായ ഒരു സംഭവമുണ്ടായി. ഫെയറി ഗോഡ്മദർ സിൻഡ്രല്ലയുടെ മുന്നിൽ പ്രത്യക്ഷമായി. അവൾ തന്റെ ജാദുവിലൂടെ മനോഹരമായ വേഷം അവൾക്കു നൽകി, ഒരു രഥവും. പക്ഷേ ഒരു കാര്യമുണ്ടായിരുന്നു. അർദ്ധരാത്രിക്ക് മുമ്പായി സിൻഡ്രല്ല മടങ്ങിയെത്തണം, ഇല്ലെങ്കിൽ എല്ലാം പഴയപടി മാറും. സിൻഡ്രല്ല വിരുന്നിലേക്ക് പോയി. അവളെ കണ്ട രാജകുമാരന് അവളെ കണ്ടതും ഇഷ്ടമായി. അവർ ഒരുമിച്ച് നൃത്തം ചെയ്തു. അവർ അങ്ങനെ കുറെ സമയം ചെലവഴിച്ചു. പക്ഷേ അർദ്ധരാത്രിക്ക് മുന്നേ വീട്ടിൽ എത്താൻ സിൻഡ്രല്ല ഓടുമ്പോൾ അവളുടെ ഒരു ചെരുപ്പ് താഴെ വീണു. അത് രാജകുമാരന്റെ കയ്യിലായി. രാജകുമാരൻ ആ ചെരുപ്പിന്റെ ഉടമയെ ആ രാജ്യം മുഴുവൻ തിരഞ്ഞു. ഒടുവിൽ ചെരുപ്പിന്റെ അവകാശിയായ സിൻഡ്രല്ലയെ കണ്ടെത്തി. ചെരുപ്പ് അവളുടെ കാലിൽ കൃത്യമായി ചേരുകയും അവൾ അങ്ങനെ രാജകുമാരനെ വിവാഹം കഴിക്കുകയും ചെയ്തു.